ഹായ് ഫ്രണ്ട്സ്, ഏപ്രിൽ മാസത്തെ മുഴുവൻ കറണ്ട് അഫേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2026 ഏപ്രിലിൽ 7.7 തീവ്രത ഭൂകമ്പത്തിന് പിന്നാലെ മെഗാക്യോക്ക് ജാഗ്രത പുറപ്പെടുവിപ്പിച്ച രാജ്യം ഏതാണ്? ജപ്പാനാണ്. ജപ്പാനാണ് 7.7 തീവ്രത ഭൂകമ്പത്തിന് പിന്നാലെ മെഗാക്യോക്ക് ജാഗ്രത പുറപ്പെടുവിപ്പിച്ച രാജ്യം. ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതിനായി ഒപ്പുവെച്ച കരാറിന്റെ പേര് എന്താണ്? റെലോസ് ആണ്. റെലോസ് എന്നതാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈനിക താവളങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്നതിനായി ഒപ്പുവെച്ച കരാറിന്റെ പേര്. റെലോസ് എന്നതാണ്. ഇറാഖിനും സിറിയയ്ക്കും ഇടയിൽ ദീർഘകാലത്തിന് ശേഷം വീണ്ടും തുറന്ന അതിർത്തി കവാടം ഏതാണ്? റാബിയ യെറൂബിയ. റാബിയ യെറൂബിയ ആണ് ഇറാഖിനും സിറിയയ്ക്കും ഇടയിൽ ദീർഘകാലത്തിന് ശേഷം വീണ്ടും തുറന്ന അതിർത്തി കവാടം. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ലോകത്ത് പ്രതിരോധ ചെലവിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5 ആണ്. 5 ആണ് പ്രതിരോധ ചെലവിലെ ഇന്ത്യയുടെ സ്ഥാനം. ഒന്നാമത്തേത് അമേരിക്ക, 2 ചൈന. ഇന്ത്യയുടെ സ്ഥാനം 5 ആണ്. 2026 ഏപ്രിലിൽ ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ സംവിധാനം ഒഴിവാക്കിയ രാജ്യം ഏതാണ്? അത് ഫ്രാൻസ് ആണ്. ഫ്രാൻസ് ആണ് 2026 ഇന്ത്യക്കാർക്കായി ട്രാൻസിറ്റ് വിസ സംവിധാനം ഒഴിവാക്കിയത്. അമരാവതിയെ ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി അംഗീകരിച്ചുകൊണ്ട് ലോക്സഭ പാസാക്കിയ ബിൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് ഭേദഗതി ബില്ലാണ്. ആന്ധ്രാപ്രദേശ് ഭേദഗതി ബിൽ പ്രകാരമാണ് ആന്ധ്രാപ്രദേശിന്റെ ഏക തലസ്ഥാനമായി അമരാവതിയെ അംഗീകരിച്ചുകൊണ്ട് പാസാക്കിയ ബിൽ. ചൊവ്വയിൽ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ നാസയുടെ റോവർ ഏതാണ്? ചൊവ്വയിലെ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ നാസ റോവർ ഏതാണ്? അത് ക്യൂരിയോസിറ്റി ആണ്. ക്യൂരിയോസിറ്റി ചൊവ്വയിലെ ജൈവ തന്മാത്രകൾ കണ്ടെത്തിയ നാസയുടെ റോവർ ആണ്. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് എയർ ടാക്സിയുടെ പേരെന്താണ്? ശൂന്യ ആണ്. ശൂന്യ. E-പ്ലെയിൻ E200. ശൂന്യ. ഇന്ത്യയിലെ ആദ്യ ഇലക്ട്രിക് എയർ ടാക്സി ഏതാണ്? അത് ശൂന്യയാണ്. E-പ്ലെയിൻ E200 ആണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മീഥേൻ പുറന്തള്ളുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം ഏതാണ്? സെക്കന്ദരാബാദ് ആണ്. സെക്കന്ദരാബാദ് ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മീഥേൻ പുറന്തള്ളുന്ന കേന്ദ്രങ്ങളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ നഗരം. ആസാമിലെ ഗോൾപാറയിൽ കണ്ടെത്തിയ കണ്ണില്ലാത്ത ഭൂഗർഭ മത്സ്യത്തിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഗിചാക് നഖാനയാണ്. ഗിചാക് നഖാനയാണ് ഗോൾപാറ. ആസാമിലെ ഗോൾപാറയിൽ കണ്ടെത്തിയ കണ്ണില്ലാത്ത ഭൂഗർഭ മത്സ്യം. ഇതിന്റെ ബോഡി എന്നത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ബോഡിയാണ്. കണ്ണില്ലാത്ത ഒരു മത്സ്യമാണ്. നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ക്രിസ്റ്റീന കോക്ക് ആണ്. ക്രിസ്റ്റീന കോക്ക് ആണ് നാസയുടെ ആർട്ടമിസ് 2 ദൗത്യത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ക്രിസ്റ്റീന കോക്ക്. ഉപേക്ഷിക്കപ്പെട്ട എണ്ണ കിണറുകളിൽ നിന്ന് ഭൂതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ പ്ലാന്റ് എവിടെയാണ്? അത് അങ്കലേശ്വർ ആണ്. അങ്കലേശ്വർ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അങ്കലേശ്വറിലാണ് ഉപേക്ഷിക്കപ്പെട്ട കിണറിൽ നിന്ന് ഭൂതാപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ആദ്യ പ്ലാന്റ്. വേദങ്ങളുമായി ബന്ധപ്പെട്ട അപൂർവ പ്രതിഷ്ഠയുള്ള വേദക്ഷേത്രം കേരളത്തിൽ എവിടെയാണ്? കോഴിക്കോടാണ്. കോഴിക്കോടാണ് വേദങ്ങളുമായി ബന്ധപ്പെട്ട അപൂർവ പ്രതിഷ്ഠയുള്ള വേദക്ഷേത്രം കേരളത്തിൽ നിലവുള്ളത്. കടുത്ത വേനൽച്ചൂടിനെ പ്രതിരോധിക്കാനായി കേരള സർക്കാർ നിർദ്ദേശിച്ച കരുതൽ നടപടി എന്താണ്? സെൽഫ് ലോക്ക്ഡൌൺ ആണ്. സെൽഫ് ലോക്ക്ഡൌൺ ആണ് കടുത്ത വേനൽച്ചൂടിനെ പ്രതിരോധിക്കാനായി കേരള ഗവൺമെന്റ് പറയുന്ന കരുതൽ നടപടി. സെൽഫ് ലോക്ക്ഡൌൺ ആണ്. വേദങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷ്ഠയുള്ള വേദക്ഷേത്രം എവിടെയാണ്? അത് കോഴിക്കോടാണ്. ISO അംഗീകാരം ലഭിച്ച കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതി ഏതാണ്? K-Phone ആണ്. K-Phone ആണ് ISO അംഗീകാരം ലഭിച്ച കേരള ഗവൺമെന്റിന്റെ ഇന്റർനെറ്റ് പദ്ധതി. അതിവേഗതയിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് K-Phone. അടുത്തിടെ 166 ഇനം പക്ഷികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പേപ്പാറ. പേപ്പാറ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്തിടെ 166 ഇനം പക്ഷികളെ കണ്ടെത്തിയ കേരളത്തിലെ വന്യജീവി സങ്കേതമായ പേപ്പാറ തിരുവനന്തപുരത്താണ്. കായികം.
അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? സ്മൃതി മന്ദാന. സ്മൃതി മന്ദാനയാണ് അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ താരം. IPLൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച ഇന്ത്യൻ താരം ആരാണ്? സഞ്ജു സാംസൺ. സഞ്ജു സാംസൺ ആണ് IPLൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച ഇന്ത്യൻ താരം. T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സ്മൃതി മന്ദാന. IPLൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് തികച്ച താരം സഞ്ജു സാംസൺ എന്നിവരാണ്. നെക്സ്റ്റ്, ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ മികച്ച പുരുഷ താരം ആരാണ്? അൽക്കാരസ് ആണ് ലോറൻസ് സ്പോർട്സ് അവാർഡിലെ മികച്ച പുരുഷ താരം. എന്നാൽ ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡിൽ മികച്ച വനിതാ താരം ആരാണ്? അത് സബലിംഗയാണ്. ആര്യാന സബലിംഗയാണ് ലോറൻസ് സ്പോർട്സ് അവാർഡിലെ മികച്ച വനിതാ താരം. പുരുഷ താരം അൽക്കാരസ് ആണ്. പുരുഷ താരം കാർലോസ് അൽക്കാരസ്. മികച്ച വനിതാ താരം ആര്യാന സബലിംഗ. മികച്ച ടീം പാരീസ് സെയിന്റ് ജർമ്മൻ. മികച്ച യുവതാരം ലാമിൻ യമാൽ. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നേടിയത് നാദിയ കോമനീച്ചി എന്നിവരാണ്. കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് കേരളമാണ്. കേരളത്തിലാണ് കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്പോർട്സ് ലീഗ് ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. പുരസ്കാരങ്ങൾ. 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി ആരാണ്? ആർ രാജശ്രീയാണ് 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി. ന്യൂ ഹൊറൈസൺസ് ഇൻ ഫിസിക്സ് പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞനാരാണ്? മാത്യു സിറിയക്കാണ് ന്യൂ ഹൊറൈസൺസ് ഇൻ ഫിസിക്സ് പുരസ്കാരം നേടിയ മലയാളിയായ ശാസ്ത്രജ്ഞൻ മാത്യു സിറിയക്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷയായി വീണ്ടും നിയമിതയായ ആദ്യ വനിത ആരാണ്? രഞ്ജന പ്രകാശ് ദേശായിയാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷയായിട്ട് വീണ്ടും നിയമിതയായിട്ടുള്ള വനിത. നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനാവുന്നത്. അപ്പോൾ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി ആണെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കും ചെയർമാൻ. US-ന്റെ ആർമി വാർ കോളേജിലെ ഹാൾ ഓഫ് ഫെയിം ബഹുമതി ലഭിച്ച ഇന്ത്യൻ കരസേനാ മേധാവി ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ഇന്ത്യയുടെ കരസേനാ മേധാവിയായിട്ടുള്ള ഉപേന്ദ്ര ദ്വിവേദിയാണ് US ആർമി വാർ കോളേജിന്റെ ഹാൾ ഓഫ് ഫെയിം ബഹുമതി നേടിയ ഇന്ത്യൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ആപ്പിളിന്റെ പുതിയ CEO ആയി നിയമിതനാകുന്നത് ആരാണ്? ജോൺ ടർണസ് ആണ് ആപ്പിളിന്റെ CEO. നെക്സ്റ്റ്, സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കി കാഹോ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഹറൂക്കി മുറാകാമിയുടെ നോവലാണ് കാഹോ എന്ന നോവൽ. 93 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ ഫെഡറിക്കോ ഗാർസിയ ലോർക്കയുടെ അപ്രകാശിത കവിതയുടെ പേര് എന്താണ്? ഘടികാരം പാടുന്നു എന്ന കവിത എഴുതിയത് ആരാണ്? ഫെഡറിക്കോ ഗാർസിയ ലോർക്ക. കാൻസ് ചലച്ചിത്രമേളയിലെ ക്രിറ്റ്സ് വീക്ക് വിഭാഗത്തിന്റെ ജൂറി പ്രസിഡന്റായി പ്രവർത്തിച്ച ഇന്ത്യൻ സംവിധായിക ആരാണ്? പായൽ കപാഡിയ. കാൻ ചലച്ചിത്രമേളയിലെ ജൂറി പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ഇന്ത്യൻ സംവിധായിക ആരാണ്? പായൽ കപാഡിയ ആണ്. 2025 കേരള സംഗീത നാടക അക്കാദമി അവാർഡിലെ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ട കൃതി ഏതാണ്? അത് വംശമാണ്. വംശം എന്ന കൃതിയാണ് കേരള സംഗീത നാടക അക്കാദമി അവാർഡിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വംശം. മരണപ്പെട്ട പ്രമുഖരാണ്. ദ നേക്കഡ് ഏപ്പ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഡെസ്മണ്ട് മോറിസ് ആണ്. ഡെസ്മണ്ട് മോറിസിന്റെ ഗ്രന്ഥമാണ് ദ നേക്കഡ് ഏപ്പ് എന്നത്. നാരായണ ഗുരുകുല അധ്യക്ഷനായിരുന്ന വ്യക്തി ആരാണ്? മുനി നാരായണ പ്രസാദ്. നാരായണ ഗുരുകുലം അധ്യക്ഷനായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം അന്തരിക്കപ്പെട്ടു. ദ നേക്കഡ് ഏപ്പ് എന്ന ഗ്രന്ഥം എഴുതിയ വ്യക്തിയും അന്തരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് ഡെസ്മണ്ട് മോറിസ് എന്നാണ്.
ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? രഘുനാഥ് ചൗധരി. രഘുനാഥ് ചൗധരിയാണ് ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി എന്നറിയപ്പെട്ട വ്യക്തി. 1984 ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന NTRനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ നേതാവ് ആരാണ്? അത് ഭാസ്കര റാവു ആണ്. അദ്ദേഹവും ഈ അടുത്ത കാലത്ത് അന്തരിക്കപ്പെട്ടു. രഘുനാഥ് ചൗധരി ഇന്ത്യൻ ഫോട്ടോ ജേർണലിസത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന NTRനെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലെത്തിയ നേതാവായിരുന്നു ഭാസ്കര റാവു. വൻജീവി ദിതി പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ് ഏതാണ്? പലമാവു ടൈഗർ റിസർവ്. പലമാവു ടൈഗർ റിസർവിലാണ് വൻജീവി ദിതി പദ്ധതി ആരംഭിച്ച ടൈഗർ റിസർവ്. മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലെ ബിനി മനേഷ വിഭാഗക്കാരെ ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? അത് ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്നതാണ്. ഓപ്പറേഷൻ വിങ്സ് ഓഫ് ഡൗൺ എന്താണ്? മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലെ ബിനി മനേഷ വിഭാഗക്കാരെ ഇസ്രയേലിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നതിനായിട്ടുള്ള പദ്ധതിയാണ്. കുട്ടികളിൽ പത്രവായനാ ശീലം വളർത്തുന്നതിനായി പ്രതിദിനം 10 മിനിറ്റ് നിർബന്ധമായിട്ടും പത്രവായന ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? അത് കർണാടകയിലാണ്. കർണാടകയിലാണ് കുട്ടികളെ പത്രവായനാശീലം വളർത്താനായിട്ട് പ്രതിദിനം 10 മിനിറ്റ് നിർബന്ധമായിട്ട് പത്രവായന കൊണ്ടുവന്നിട്ടുള്ള സംസ്ഥാനം കർണാടകയാണ്. നഗരപ്രദേശത്തെ ചുറ്റുമുള്ള ഗ്രാമപ്രദേശത്തെ അപേക്ഷിച്ച് താപനില കൂടുതലായി അനുഭവപ്പെടുന്ന പ്രതിഭാസം എന്താണ്? അർബൻ ഹീറ്റ് ഐലൻഡ് എന്നാണ്. അർബൻ ഹീറ്റ് ഐലൻഡ്. മഹാകവി VP കുഞ്ഞിരാമൻ നായരുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അത് കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. കഥകളി രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കളിയച്ചൻ പുരസ്കാരം 2026 നേടിയത് ആരാണ്? അത് കലാമണ്ഡലം മാടമ്പി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. സാംസ്കാരിക പത്രപ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നവജീവൻ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? MK കൃഷ്ണകുമാരിയാണ്. MK കൃഷ്ണകുമാരിയാണ് പത്രരംഗത്തുള്ള നവജീവൻ പുരസ്കാരത്തിന് അർഹയായത്. നെക്സ്റ്റ്, അടുത്തിടെ അന്തരിച്ച ഗാന്ധി എന്ന ഫിലിമിന്റെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റംബറോ ആണ്. ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹം റിച്ചാർഡ് ആറ്റംബറോയാണ്. അടുത്തിടെ അദ്ദേഹം അന്തരിക്കപ്പെട്ടു. ഗാന്ധി എന്ന ചിത്രത്തിൽ കസ്തൂർബ ഗാന്ധിയെ അവതരിപ്പിച്ച അഭിനേത്രി നടി ആരാണ്? രോഹിണി ഹട്ടങ്കടിയാണ്. ഗാന്ധി എന്ന ഫിലിമിലെ കസ്തൂർബ ഗാന്ധിയെ അവതരിപ്പിച്ച വ്യക്തി ആരാണ്? അത് രോഹിണി ഹട്ടങ്കടിയാണ്. ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? റിച്ചാർഡ് ആറ്റംബറോ ആണ്. ഇന്ത്യയുടെ അമേരിക്കയിലെ അംബാസിഡറായി നിയമനം ലഭിച്ച മുതിർന്ന നയതന്ത്രജ്ഞൻ ആരാണ്? വിനയ് മോഹൻ ക്വത്ര. വിനയ് മോഹൻ ക്വത്രയാണ് ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡറായിട്ട് നിയമനം ലഭിച്ച നയതന്ത്രജ്ഞൻ. ഇന്ത്യൻ വംശജനായ രശ്മി കപൂർ CEO ആയി നിയമിതനായത് ഏത് കമ്പനിയിലാണ്? ഇന്റലിലാണ്. ഇന്റൽ കമ്പനിയുടെ CEO ആരാണ്? ഇന്ത്യൻ വംശജനായ രശ്മി കപൂർ ആണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിൽ പുറത്തിറക്കിയ പുതിയ വിപണന ബ്രാൻഡിന്റെ പേരെന്താണ്? ഫിഷ് മാർട്ടാണ്. ഫിഷ് മാർട്ട എന്നതാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പുറത്തിറക്കിയ പുതിയ ബ്രാൻഡ്. കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് ഏതാണ്? അത് പുല്ലമ്പാറയാണ്. പുല്ലമ്പാറ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ പുല്ലമ്പാറയാണ് കേരളത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത്. IPL ചരിത്രത്തിൽ 250 വിക്കറ്റുകൾ എന്ന നേട്ടം ആദ്യമായി കൈവരിച്ച താരം ആരാണ്? യുസ്വേന്ദ്ര ചഹൽ ആണ്. യുസ്വേന്ദ്ര ചഹൽ ആണ് IPL ചരിത്രത്തിൽ 250 വിക്കറ്റ് എന്ന നേട്ടം കൈവരിച്ച താരം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിയമിതനായത് ആരാണ്? അത് ഷാൻ മസൂദ് ആണ്. ഷാൻ മസൂദ് ആണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നിയമിതനായത്. ഷാൻ മസൂദ് ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിരീക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ച ഉപഗ്രഹം ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? അത് കാർബോസാറ്റ് ആണ്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് നിരീക്ഷിക്കാനായിട്ട് ISRO വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? അത് കാർബോസാറ്റ് ആണ്. ഏഷ്യൻ ഏപ്രിൽ താപതരംഗം 2026 സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്?
ഒഡീഷയാണ്. ഒഡീഷയിലാണ് 2026 ഏഷ്യൻ ഏപ്രിൽ താപതരംഗം സമയത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ഔദ്യോഗിക മാരത്തണിൽ 2 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത് ചരിത്ര നേട്ടം കൈവരിച്ച താരം ആരാണ്? അത് സെബാസ്റ്റ്യൻ സാവെയാണ്. സെബാസ്റ്റ്യൻ സാവെയാണ് മാരത്തണിൽ 2 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത് നേട്ടം കൈവരിച്ച താരം. 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിരുന്ന ഈ അടുത്തിടെ അന്തരിച്ച താരം ആരാണ്? ഗുർബക്സ് സിംഗ് ഗ്രവാൾ ആണ്. ഗുർബക്സ് സിംഗ് ഗ്രവാൾ ആണ് ടോക്കിയോ ഒളിമ്പിക്സ് 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിരുന്ന താരം ഗുർബക്സ് ആണ്. IPL ചരിത്രത്തിൽ ഒരേയൊരു ടീമിനായി കളിച്ച് 300 സിക്സർ നേടിയ താരം ആരാണ്? IPL ചരിത്രത്തിൽ ഒരേയൊരു ടീമിനായി കളിച്ച് 300 സിക്സറുകൾ നേടിയ താരം ആരാണ്? അത് കോഹ്ലിയാണ്, വിരാട് കോഹ്ലിയാണ്. IPL ചരിത്രത്തിൽ 150 റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരാണ്? അത് KL രാഹുൽ ആണ്. ഈ ക്വസ്റ്റ്യൻ മുന്നേ പറഞ്ഞിരുന്നു. 150 റൺസ് നേടിയ ആദ്യ ഇന്ത്യൻ താരം IPL ചരിത്രത്തിൽ KL രാഹുൽ ആണ്. IPLൽ ഏറ്റവും വേഗത്തിൽ 5000 റൺസ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? അത് സഞ്ജു സാംസൺ ആണ്. ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിൽ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് നേടിയ മലയാളി താരം ആരാണ്? അത് മുഹമ്മദ് അഷ്ഫാബാണ്. മുഹമ്മദ് അഷ്ഫാബാണ് ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് നേടിയ മലയാളി താരം മുഹമ്മദ് അഷ്ഫാബ് ആണ്. തപസ്യ കലാസാഹിത്യ വേദി ഏർപ്പെടുത്തിയ അക്കിത്തം പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാണ്? പ്രൊഫസർ വി മധുസൂദനൻ നായരാണ്. പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് അക്കിത്തം പുരസ്കാരം ഈ വർഷം നേടിയത്. കേരളത്തിൽ ഒരു അർബൻ സഹകരണ ബാങ്ക് മറ്റൊന്നിനെ ഏറ്റെടുത്ത ആദ്യ സംഭവത്തിൽ ഉൾപ്പെട്ട ബാങ്കുകൾ ഏതെന്ന്? തൃപ്പൂണിത്തറ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. MMC ബാങ്ക് ഏറ്റെടുക്കലാണ്. കേരളത്തിലെ ഒരു അർബൻ സഹകരണ ബാങ്ക് മറ്റൊന്നിനെ ഏറ്റെടുത്ത ആദ്യ സംഭവത്തിൽ ഉൾപ്പെട്ട ബാങ്ക് ഏതാണ്? തൃപ്പൂണിത്തറ പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. ആന്ത്രോപിക് കമ്പനി വികസിപ്പിച്ച പുതിയ കൃത്രിമ ബുദ്ധി മോഡലിന്റെ പേര് എന്താണ്? ക്ലോഡ് മിത്തോസ് ആണ്. ക്ലോഡ് മിത്തോസ് എന്നതാണ് ആന്ത്രോപിക് കമ്പനി വികസിപ്പിച്ച പുതിയ കൃത്രിമ ബുദ്ധി മോഡലിന്റെ പേര്. ക്ലോഡ് മിത്തോസ് എന്നതാണ്. പ്രശസ്ത ഫോട്ടോ ജേർണലിസ്റ്റും പത്മശ്രീ ജേതാവുമായ രഘുറായ് അംഗമായിരുന്ന അന്താരാഷ്ട്ര ഫോട്ടോഗ്രാഫി ഏജൻസി ഏതാണ്? മാഗ്നം ഫോട്ടോസ് ആണ്. മാഗ്നം ഫോട്ടോസിലെ അംഗമായിരുന്നു രഘുറായ്. അദ്ദേഹമാണ് ഈ അടുത്തിടെ അന്തരിച്ചു. ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം ഏതാണ്? അത് ബന്തയാണ്. ബന്ത എന്ന നഗരമാണ് ഏറ്റവും ലോകത്തെ ചൂട് കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട 1ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ നഗരം. ബന്ത UPയിലാണ്. ഏകദേശം 12000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ പ്രദേശം ഏതാണ്? പനയ്യൂർ ആണ്. പനയ്യൂരിലാണ് 12000 വർഷം പഴക്കമുള്ള സമുദ്രജീവികളുടെ ഫോസിൽ കണ്ടെത്തിയത്. ലഡാക്കിൽ പുതിയതായി രൂപീകരിക്കാൻ തീരുമാനിച്ച ജില്ലകളുടെ പേര് ഏതെല്ലാമാണ്? 5 ജില്ലകളാണ്. നുബ്ര, ഷാം, ചാങ്താങ്, സാൻസ്കർ, ദ്രാസ് എന്നിവയാണ് ലഡാക്കിൽ പുതിയതായി രൂപീകരിക്കാൻ പോകുന്ന ജില്ലകൾ. നുബ്ര, ഷാം, ചാങ്താങ്, സാൻസ്കർ, ദ്രാസ് എന്നിവയാണ് ലഡാക്കിലെ ജില്ലകൾ. ഡിജിറ്റൽ കമ്പനികൾക്ക് മേൽ ടാക്സ് ചുമത്താൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയാണ് ഡിജിറ്റൽ കമ്പനികൾക്ക് മേലെ ടാക്സ് ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്ന രാജ്യം. കുടുംബശ്രീയുടെ താറാവ് ഇറച്ചി ഉൽപ്പന്നത്തിനായിട്ടുള്ള ബ്രാൻഡ് നെയിമിന്റെ പേര് എന്താണ്? ചിരു എന്നാണ്. ചിരു എന്നാണ് കുടുംബശ്രീയുടെ താറാവ് ഇറച്ചി ഉൽപ്പന്നത്തിനായിട്ടുള്ള പേര്. വന്യജീവികൾക്കായി കൃത്രിമ ആകാശപാലം നിർമ്മിച്ച ഇന്തോനേഷ്യയിലെ പ്രദേശം ഏതാണ്? വടക്കൻ സുമാത്രയാണ്. വടക്കൻ സുമാത്രയിലാണ് വന്യജീവികൾക്കായി കൃത്രിമപരമായി ആകാശപാലം നിർമ്മിച്ചിരിക്കുന്ന ഇന്തോനേഷ്യൻ പ്രദേശം. ഏപ്രിൽ മാസത്തെ കൂടുതൽ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.